ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ദി ലോർഡ്. കൂട്ടുകാരെ, നമ്മുടെ വെക്കേഷനൊക്കെ എങ്ങനെയുണ്ട്? വെരി വെരി ഹാപ്പി ആണല്ലേ? VBSൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയോ? നല്ല കഥകളും പാട്ടുകളും വചനങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചല്ലേ? മാത്രമല്ല വീട്ടുകാരോടെ അല്ലേ, കുടുംബാംഗങ്ങളോടുകൂടിയൊക്കെ ബന്ധുമിത്രാദികളോടൊപ്പമൊക്കെ നിങ്ങൾക്ക് ഉല്ലാസയാത്രയ്ക്കൊക്കെ പോകാനായിട്ട് സാധിച്ചു കാണും അല്ലേ? ഓക്കെ, വളരെ 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 നല്ല ദിനങ്ങളായിരുന്നു. ഇനി അത് പെട്ടെന്ന് ഓരോ ദിവസം ഓടി ഓടി പോവുകയാണല്ലേ? നമുക്ക് സങ്കടമുണ്ട്. ഓക്കെ, സ്കൂൾ തുറക്കാറൊക്കെ ആയി. എന്തായാലും ഇനിയൊരു ഒരുക്കം നമുക്ക് മുന്നിൽ ആവശ്യവുമാണ്. ഓക്കെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മളെ വചനം പഠിക്കാനും കൈപിടിച്ച് നടത്താനെല്ലാം യേശുപ്പച്ചൻ നമ്മളെ കൂടെ ആലോചനയൊക്കെ പറഞ്ഞു തന്ന് കൂടെ ഉണ്ടായിരുന്നു അല്ലേ? യേശുപ്പച്ചൻ നമുക്ക് ഒരു സ്നേഹിതനാണ്. നിങ്ങൾക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടാവും അല്ലേ? അതിൽ ഏറ്റവും ഉറ്റ സുഹൃത്തായിട്ട് ഒരാൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വ്യക്തി എപ്പോഴും നിങ്ങളെ അറിയുന്ന ആളായിരിക്കും, നിങ്ങളെ കൂടെ നിങ്ങളെ മനസ്സിലാക്കുന്ന ആളായിരിക്കും, കൂടെ ഏതിനും കൂടെ നിൽക്കുന്ന ആളായിരിക്കും അല്ലേ? ആ വ്യക്തി നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്നാൽ ആത്മീയമായും ഭൗതികമായും എല്ലാ നിലയിലും ഉറ്റ സുഹൃത്തായിട്ട് യേശു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അതെന്തൊരു ഭാഗ്യമാണ് അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? യേശുപ്പച്ചൻ നമ്മുടെ കൂടെ നമുക്ക് സ്വന്തം കൂട്ടുകാർ നല്ലൊരു ഉറ്റ സുഹൃത്തായിട്ട് കൂടെ ഉണ്ടെങ്കിൽ അതെത്ര വലിയ ഭാഗ്യം അല്ലേ? നമ്മുടെ മനസ്സറിയുന്ന, നമ്മുടെ എന്താവശ്യങ്ങളും അറിയുന്ന, അത് നമ്മളെ നിരാശകളും നമ്മുടെ വിഷമങ്ങളും എല്ലാം മനസ്സിലാക്കുന്ന, നമ്മളെ സഹായിക്കാൻ കഴിവുള്ള ഒരു സ്നേഹിതൻ അല്ലേ? അതാണ് യേശു കർത്താവ്. ആ യേശു കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തും അല്ലേ? അതെല്ലാം എന്തൊരു ഭാഗ്യ. ഇപ്പോൾ യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്നേഹിതന്മാർക്ക് വേണ്ടി സ്നേഹിതന്മാർ ജീവനെ കൊടുക്കാൻ തയ്യാറാണെന്ന്. അതിനും വലിയ സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യേശുപ്പച്ചൻ നമ്മുടെ സ്നേഹിതനായത് ആകുന്നത് എങ്ങനെയാ? യേശു കർത്താവ് നമ്മൾ ആയിരുന്നപ്പോഴാണ് നമ്മെ സ്നേഹിച്ചത്. അത് മനസ്സിലാക്കി അവർ ശരണപ്പെടുകയും ചെയ്യുന്നവർക്കാണ് യേശുപ്പച്ചൻ സ്നേഹിതനായി മാറുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് യേശുപ്പച്ചൻ്റെ കൂടെ അങ്ങ് വസിക്കാം അല്ലേ? ഓക്കെ, അതിനോട് ചേർന്നുള്ളൊരു വാക്യമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് കേട്ടോ. യോഹന്നാൻ ലേഖനം ആരെഴുതിയതാ? യോഹന്നാൻ എഴുതിയതാ. ഇപ്പോൾ യോഹന്നാൻ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. യോഹന്നാൻ 4:19. യേശു മഹേശനേ സ്നേഹിതൻ ആയതത്രയോ ഭാഗ്യം, സ്നേഹിതൻ ആയതത്രയോ ഭാഗ്യം. യേശു മഹേശന്റെ സ്നേഹം മകൾ സ്നേഹം ഒഴിയിലെങ്ങാനും കാണുവാൻ സാധ്യമോ? യേശു മഹേശന്റെ സ്നേഹം മകൾ സ്നേഹം ഒഴിയിലെങ്ങാനും കാണുവാൻ സാധ്യമോ? ഇതിനുടെ ആയം നീളം വീതി ഉയരം വർണ്ണിക്കുവാൻ നാവാൽ സാധ്യമോ? വർണ്ണിക്കുവാൻ നാവാൽ സാധ്യമോ? യേശു മഹേശനന്റെ സ്നേഹിതൻ ആയതത്രയോ ഭാഗ്യം, സ്നേഹിതൻ ആയതത്രയോ ഭാഗ്യം. സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്ന, സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്ന, സ്നേഹത്തിലും അധികം സ്നേഹമാരിലുള്ളൂ, സ്നേഹത്തിലും അധികം സ്നേഹമാരിലുള്ളൂ. പാപിയാമെൻ പേർക്കായി പ്രാണനെ തന്ന യേശു മഹേശ നമോ നമോ.
യേശു മഹേശാനമോ നമോ. യേശു മഹേശനൻ്റെ സ്നേഹിതൻ ആയതത്രയോ ഭാഗ്യം. സ്നേഹിതൻ ആയതത്രയോ ഭാഗ്യം. മന്നവൻ മശിഹ രക്ഷിതാവായിരിക്കുന്ന, മന്നവൻ മശിഹ രക്ഷിതാവായിരിക്കുന്ന എന്നുടെ മഹാഭാഗ്യം ഈ വിധമൊരുപ്പേ. എന്നുടെ മഹാഭാഗ്യം ഈ വിധമൊരുപ്പേ. മഞ്ഞിടത്തിലെൻ്റെ ഖിന്നത തീർക്കുന്ന യേശു മഹേശാനമോ നമോ. ഓ യേശു മഹേശാനമോ നമോ. യേശു മഹേശനൻ്റെ സ്നേഹിതൻ ആയതത്രയോ ഭാഗ്യം. സ്നേഹിതൻ ആയതത്രയോ ഭാഗ്യം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനോജനെ വരും ഭാഗ്യവാൻ. ഏഴയാമെന്നെയും ഭാഗ്യവാനാക്കിയ യേശു മഹേശാനമോ നമോ. ഓ യേശു മഹേശാനമോ നമോ. യേശു മഹേശനൻ്റെ സ്നേഹിതൻ ആയതത്രയോ ഭാഗ്യം. സ്നേഹിതൻ ആയതത്രയോ ഭാഗ്യം. സ്നേഹിതൻ ആയതത്രയോ ഭാഗ്യം. God bless you.